ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഗാന്ധിജിയെ കാണാൻ ഒരമ്മ തൻ്റെ കുട്ടിയെയും കൂട്ടിക്കൊണ്ടുവന്നു. അമ്മ ഗാന്ധിജിയോട് ഒരു പരിഭവം പറയാനാണ് വന്നത്. അമ്മ പറഞ്ഞു, ബാപ്പു, എൻ്റെ ഈ മകൻ വളരെയധികം പഞ്ചസാര കഴിക്കുന്ന സ്വഭാവക്കാരനാണ്. ഞാൻ എത്ര പറഞ്ഞിട്ടും ഇവൻ്റെ ഈ സ്വഭാവം മാറ്റാൻ സാധിക്കുന്നില്ല. ബാപ്പു എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കണം. ഗാന്ധിജി അല്പസമയം ചിന്തിച്ചതിന് ശേഷം പറഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു വരൂ. അമ്മ മകനെയും കൂട്ടിക്കൊണ്ട് തിരികെ പോയി. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഗാന്ധിജിയെ കാണാനെത്തി. ഗാന്ധി ഈ പ്രാവശ്യം ആ മകനെ അടുത്തിരുത്തി സ്നേഹപൂർവ്വം ഉപദേശിക്കാൻ തുടങ്ങി. പഞ്ചസാര ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യും, അതിനാൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആ അമ്മ ഗാന്ധിജിയോട് ചോദിച്ചു, ബാപ്പു, അങ്ങേക്കിത് അന്ന് കാണാൻ വന്നപ്പോൾ തന്നെ പറയാമായിരുന്നില്ലേ? പിന്നെന്തിനാണ് 2 ആഴ്ച കാത്തിരിക്കാൻ പറഞ്ഞത്? ഗാന്ധിജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അന്ന് നിങ്ങൾ വന്നപ്പോൾ എനിക്കും ധാരാളം പഞ്ചസാര കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ ദുസ്വഭാവം ഉപേക്ഷിക്കാതെ എനിക്ക് അമ്മയുടെ മകനെ എങ്ങനെ ഉപദേശിക്കാൻ സാധിക്കും? 2 ആഴ്ച കൊണ്ട് എൻ്റെ ദുസ്വഭാവം ഞാൻ ഉപേക്ഷിച്ചു. അതുകൊണ്ട് മകനെ ഉപദേശിക്കാൻ ഞാൻ ഇപ്പോൾ യോഗ്യനായി. ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരെ ഉപദേശിക്കാൻ പുറപ്പെടുമ്പോൾ സ്വന്തം യോഗ്യത എന്തെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഓർക്കുക. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്കൂ, നിന്റെ കണ്ണിലെ കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക, പിന്നെ സഹോദരന്റെ കണ്ണിൽ കരടെടുത്ത് കളവാൻ വെടിപ്പായി കാണും. ഇന്ന് പലരും ദൂരദർശിനികൾ വെച്ചാണ് നടക്കുന്നത്. ദൂരദർശിനിയിലൂടെ നോക്കുമ്പോൾ അകലെയുള്ള വസ്തുക്കളെ അടുത്തും വലുതായിട്ടും കാണാൻ കഴിയും. ചിലരൊക്കെ ഇന്നും സ്വന്തം കണ്ണിൽ കോലിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ കരടുകളെ എടുത്തു കളയുവാൻ ശ്രമിക്കുന്നവരായി തീരുകയാണ്. സ്വന്തം ജീവിതത്തിൽ അനേകം തെറ്റുകളും കുറ്റങ്ങളും ഉള്ളപ്പോൾ മറ്റുള്ളവരുടെ കുറവുകളെ പരിഹരിക്കാൻ നടക്കുന്നവർ ക്രിസ്തു പറഞ്ഞതുപോലെ കപടഭക്തിക്കാരാണ്. പുറകോട്ട് നടക്കുന്ന ഞണ്ട് തൻ്റെ മക്കളെ നേരെ നടക്കാൻ ഉപദേശിക്കുന്ന പഴയ കഥ പോലെയാണത്. ആദ്യം മറ്റുള്ളവരെ ഉപദേശിക്കാനും നന്നാക്കാനുമൊക്കെ എന്ത് യോഗ്യത ഉണ്ടെന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഉപദേശിക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് സ്വന്തം ജീവിതത്തിൽ പാലിക്കുക എന്നതാണ് പ്രയാസം. വാക്കുകളിലൂടെ ഉപദേശികളാകാതെ പ്രവൃത്തിയിലൂടെ മാതൃകയായി തീരാൻ നമുക്ക് ശ്രമിക്കാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും നിന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും നിന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. അങ്ങേ സ്നേഹത്തോട് ഉപമിക്കുവാൻ ഇല്ല യാതൊന്നുമില്ല പ്രിയനേ. ഈ സ്നേഹബന്ധത്തെ അകറ്റാൻ ഇല്ലാർക്കും സാധ്യമല്ല. അങ്ങേ കൃപ